എല്ലാവർക്കും നമസ്കാരം. കോൺസ്റ്റിറ്റ്യൂഷന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. കമ്പനി നിയമങ്ങളുടെ ആദ്യത്തെ ക്ലാസ് നമ്മൾ കഴിഞ്ഞു. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത റെഗുലേറ്റിംഗ് ആക്ട് ആണ്. ഇനി പിറ്റ്സ് ഇന്ത്യ ആക്ട് മുതൽ ബാക്കിയുള്ള ചാർട്ടർ ആക്ടുകളാണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി 1784 ആരംഭിച്ച പിറ്റ്സ് ഇന്ത്യ ആക്ട്. പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. പിറ്റ്സ് ഇന്ത്യ നിയമം 1784ന്റെ മറ്റൊരു പേരാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയമം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയമം എന്നറിയപ്പെടുന്നത് 1784ലെ പിറ്റ്സ് ഇന്ത്യ ആക്ട് ആണ്. 1773ലെ റെഗുലേറ്റിംഗ് നിയമത്തിന്റെ പോരായ്മകൾ പരിഹരിക്കുവാനായി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് പിറ്റ്സ് ഇന്ത്യ നിയമം. പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസാക്കുന്ന സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് വില്യം പിറ്റ്. പിറ്റ്സ് ഇന്ത്യ നിയമം പാസാക്കുന്ന സമയത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. പിറ്റ്സ് ഇന്ത്യ നിയമം പാസാക്കുന്ന സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വില്യം പിറ്റും ആ സമയത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ വാറൻ ഹേസ്റ്റിംഗ്സുമാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ വേർതിരിച്ചു. അത് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 പ്രകാരമാണ്. വാണിജ്യ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനായി കോഡ്സ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന ഒരു സംവിധാനവും രാഷ്ട്രീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന ഒരു ബോഡിയും രൂപീകരിച്ചു. ഇതോടെ വാണിജ്യ രാഷ്ട്രീയ തലത്തിൽ ഒരു ദ്വിതല ഭരണരീതി ഡ്യുവൽ ഗവൺമെന്റ് സിസ്റ്റം നടപ്പിലാക്കാൻ പ്രേരകമായി. കമ്പനിയുടെ വിവിധ പ്രവർത്തനങ്ങൾക്കുമേൽ നിയന്ത്രണം ചെലുത്തുവാനുള്ള പരമാവധി അധികാരം ബോർഡ് ഓഫ് കൺട്രോളിൽ നിക്ഷിപ്തം. മറ്റൊരു പ്രധാന പോയിന്റ് ആണ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിലേക്ക് ഏകീകരിക്കപ്പെട്ട നിയമമാണ് പിറ്റ്സ് ഇന്ത്യ നിയമം. കൂടാതെ കമ്പനിയുടെ അധീനതയിലുള്ള ഇന്ത്യൻ പ്രദേശങ്ങളെ ഇന്ത്യയിലുള്ള ബ്രിട്ടന്റെ കൈവശ വസ്തുക്കൾ അഥവാ ബ്രിട്ടീഷ് പൊസഷൻ ഇൻ ഇന്ത്യ എന്ന പേരിൽ നിർവചിക്കപ്പെട്ടു. ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മേൽ എല്ലാ പ്രവർത്തനങ്ങളിലും ഭരണത്തിലും പരമാധികാരം കൈവരിക്കാൻ കാരണമായ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ പിറ്റ്സ് ഇന്ത്യ നിയമമാണ്. പിറ്റ്സ് ഇന്ത്യ നിയമത്തിന്റെ പരാജയത്തിന് കാരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ബ്രിട്ടീഷ് ഭരണ സംവിധാനങ്ങളുടെയും അധികാര പരിധി നിർവചിക്കുവാൻ ഈ നിയമത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് ചാർട്ടർ ആക്ട്. ചാർട്ടർ ആക്ട് 1813. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര കുത്തക അവസാനിപ്പിച്ച നിയമമാണ് 1813ലെ ചാർട്ടർ ആക്ട്. 1813ലെ ചാർട്ടർ ആക്ട് പ്രകാരമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര കുത്തക അവസാനിപ്പിച്ചത്. എന്നാൽ ചൈനയുടെയും തേയില വ്യാപാരത്തിലും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കുത്തക നിലനിർത്തി. കൂടാതെ ഇന്ത്യൻ ജനങ്ങളെ പ്രബുദ്ധരാക്കുക എന്ന ഉദ്ദേശത്തോടെ ക്രിസ്ത്യൻ മിഷണറികളെ ഇന്ത്യയിലേക്ക് വരാൻ അനുവദിച്ച നിയമം ഏതാണെന്ന് ചോദിച്ചാൽ 1813ലെ ചാർട്ടർ ആക്ട് ആണ്. ഇന്ത്യൻ ജനങ്ങളെ പ്രബുദ്ധരാക്കുക എന്ന ഉദ്ദേശത്തോടെ ക്രിസ്ത്യൻ മിഷണറിമാരെ ഇന്ത്യയിലേക്ക് വരാൻ അനുവദിച്ച നിയമം 1813ലെ ചാർട്ടർ ആക്ട്. വ്യക്തികളുടെ മേൽ നികുതി ചുമത്താൻ ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അധികാരം നൽകിയ നിയമമാണ് 1813ലെ ചാർട്ടർ ആക്ട്. അടുത്തതായി 1833ലെ ചാർട്ടർ ആക്ട് ആണ്. 1833ലെ ചാർട്ടർ ആക്ട് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സെന്റ് ഹെലീന ആക്ട്. അപ്പൊ സെന്റ് ഹെലീന ആക്ട് എന്നറിയപ്പെടുന്നത് 1833ലെ ചാർട്ടർ. അതേസമയം നമ്മൾ നേരത്തെ പഠിച്ചു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് എന്നറിയപ്പെടുന്നത് പിറ്റ്സ് ഇന്ത്യ ആക്ട് ആണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് എന്നറിയപ്പെടുന്നത് പിറ്റ്സ് ഇന്ത്യ ആക്ടും സെന്റ് ഹെലീന ആക്ട് എന്നറിയപ്പെടുന്നത് 1833ലെ ചാർട്ടർ ആക്ടുമാണ്. 1833ലെ ചാർട്ടർ നിയമം പാസ്സാക്കുന്ന സമയത്ത് ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ വില്യം ബെന്റിക് പ്രഭുവാണ്. 1833ലെ ചാർട്ടർ നിയമം പാസ്സാക്കുന്ന സമയത്തെ ഗവർണർ ജനറൽ വില്യം ബെന്റിക് പ്രഭുവാണ്. ബംഗാളിൽ ഗവർണർ ജനറലിന് പകരം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവി വന്നത് 1833ലെ ചാർട്ടർ നിയമത്തിലൂടെ. നമ്മൾ പഠിച്ചിരുന്നു ഗവർണർ ഓഫ് ബംഗാൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയത് 1773ലെ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണെന്നും ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയി നിയമിതനായത് വാറൻ ഹേസ്റ്റിംഗ്സ് ആണെന്നും നമ്മൾ പഠിച്ചിരുന്നു. അതേപോലെ തന്നെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവി നൽകിയത് 1833ലെ ചാർട്ടർ ആക്ട് ആണ്. അത് പ്രകാരം ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയി നിയമിതനായത് വില്യം ബെന്റിക് പ്രഭുവാണ്. ഈ നിയമത്തിന് മുമ്പുള്ള നിയമങ്ങളിൽ ഉള്ള നിയമങ്ങൾ അറിയപ്പെടുന്ന റെഗുലേഷനുകൾ എന്നായിരുന്നു. എന്നാൽ അതിനുശേഷം ഈ ആക്ട് മുതൽ ഈ നിയമം മുതൽ എല്ലാ നിബന്ധനകളും ആക്ടുകൾ എന്നറിയപ്പെടുവാൻ തുടങ്ങി. 1833ലെ ചാർട്ടർ ആക്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ നിയമപ്രകാരം
ഒരു വാണിജ്യ സ്ഥാപനം എന്ന നിലയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രവർത്തനം അവസാനിപ്പിച്ചു. പകരം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി, ഒരു ഭരണ നിർവഹണ സംവിധാനമായി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പരിവർത്തനം ചെയ്തു. സിവിൽ സർവന്റുകളുടെ തെരഞ്ഞെടുപ്പിലും പൊതു മത്സരത്തിനും അവസരമൊരുക്കിയ നിയമം ഏതാണെന്ന് വെച്ചാൽ 1833 ചാർട്ടർ ആക്ട് ആണ്. ഈ ആഹ് എന്നാൽ ഈ അവസരം കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന്റെ എതിർപ്പ് മൂലം തടയപ്പെട്ടു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ഒരു നിയമ കമ്മീഷൻ രൂപം കൊണ്ടത് 1833 ചാർട്ടർ നിയമപ്രകാരമാണ്. ഓർത്തിരിക്കുക, 1833 ചാർട്ടർ നിയമപ്രകാരമാണ് ഇന്ത്യയിൽ ഒരു നിയമ കമ്മീഷന്റെ തലവൻ ലോർഡ് മെക്കാളയാണ്. ലോർഡ് മെക്കാളയാണ് നിയമ കമ്മീഷന്റെ തലവൻ. ഇന്ത്യയിൽ ആദ്യമായി നിയമങ്ങളെ ക്രോഡീകരിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാലും ലോർഡ് മെക്കാളെ പ്രഭുവാണ്. ഈ പോയിന്റ് ഓർത്തു വച്ചേക്കുക. ലോർഡ് മെക്കാളെ പ്രഭു വീണ്ടും വരുന്നുണ്ട്, അപ്പം കൺഫ്യൂഷൻ ആവാതെ നോക്കുക. 1853 ചാർട്ടർ ആക്ട്. ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ അവസാനത്തെ ചാർട്ടർ ആക്ട് ആണ് 1853 ചാർട്ടർ ആക്ട്. ഗവർണർ ജനറൽമാരുടെ കൗൺസിലിന്റെ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ് അധികാരങ്ങളെ ആദ്യമായി വേർപെടുത്തിയ നിയമം ആണ് 1853 ചാർട്ടർ ആക്ട്. ഗവർണർ ജനറൽമാരുടെ കൗൺസിലിന്റെ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ് അധികാരങ്ങൾ ആദ്യമായി വേർപെടുത്തിയ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ 1853 ചാർട്ടർ ആക്ട്. സിവിൽ സർവീസുകാരെ തിരഞ്ഞെടുക്കുന്നതിനും റിക്രൂട്ട് ചെയ്യുന്നതിനുമായിട്ടുള്ള ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ സമ്പ്രദായം ഈ നിയമം അവതരിപ്പിച്ചു. ഇതുവഴി കോവിനേറ്റഡ് സിവിൽ സർവീസ് പരീക്ഷ ഇന്ത്യക്കാർക്കും എഴുതാൻ അവസരം കിട്ടി. അപ്പൊ ഇന്ത്യക്കാർക്ക് സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ അവസരം നൽകിയ ആക്ട് ഏതെന്ന് ചോദിച്ചാൽ 1853 ചാർട്ടർ ആക്ട് ആണ്. ഇതിനു വേണ്ടി നിയമിച്ച കമ്മീഷനും മെക്കാളെ കമ്മീഷൻ തന്നെയാണ്. കമ്മിറ്റി ഓൺ ദ ഇന്ത്യൻ സിവിൽ സർവീസ്, കമ്മിറ്റി ഓൺ ദ ഇന്ത്യൻ സിവിൽ സർവീസ് എന്നാണ് ഈ കമ്മിറ്റി അറിയപ്പെടുന്നത്. കമ്മിറ്റി ഓൺ ദ ഇന്ത്യൻ സിവിൽ സർവീസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മെക്കാളെ രൂപീകരിച്ച വർഷം 1854. ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആദ്യമായി ഒരു പ്രാദേശിക പ്രാതിനിധ്യം അനുവദിച്ച നിയമമാണ് ചാർട്ടർ ആക്ട് 1853. മദ്രാസ്, ബോംബെ, ബംഗാൾ, ആഗ്ര എന്നീ പ്രവിശ്യകളിൽ നിന്നുമായിരുന്നു അന്ന് അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. എല്ലാവർക്കും നന്ദി. ഇത് കോൺസ്റ്റിറ്റ്യൂഷന്റെ A to Z സീരീസ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും കവർ ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ്. വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് കേൾക്കാൻ ശ്രമിക്കുക. താങ്ക് യു.